രാഷ്ട്രീയ പ്രവർത്തനവും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒരുപോലെ ഇടപെട്ടുകൊണ്ടിരുന്ന ഷൊർണൂർ വിജയൻ സജീവമായി വീണ്ടും സിനിമാ മേഖലയിലേക്ക് തിരിക്കുന്നു. തൻ്റെ കലാസാംസ്കാരിക രംഗത്തെ മോഹങ്ങൾ അസ്തമിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്തവണ മത്സര രംഗത്തു നിന്നും പിന്മാറിയത്. പണം എന്ന സിനിമയുടെ തിരക്കഥയുമായി താൻ പരിപൂർണമായി സിനിമയിലേക്ക് തിരിക്കുകയാണെന്നും ഷൊർണൂർ വിജയൻ വ്യക്തമാക്കി. ഷൊർണൂർ പരുത്തിപ്പുറയിലെ തറയിൽ വീട്ടിൽ 58-കാരനായ ഷൊർണൂർ വിജയൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെ: കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് പരിപൂർണമായി വീണ്ടും പ്രവേശിക്കാൻ തീരുമാനിച്ചു. തൻ്റെ കലാസാംസ്കാരിക രംഗത്തെ മോഹങ്ങൾ അസ്തമിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്തവണ മത്സരരംഗത്തു നിന്നും പിന്മാറിയതെന്നും ഷൊർണൂർ വിജയൻ പറയുന്നു. പുതുമയുള്ള പണം എന്ന സിനിമയുടെ കഥ എഴുതാൻ തുടങ്ങി. ഇനി പരിപൂർണമായി സിനിമയിലേക്ക് കടക്കുകയാണ് ആഗ്രഹമെന്നും ഷൊർണൂർ വിജയൻ മനസ്സ് തുറക്കുന്നു. ഏകദേശം 1980 മുതൽ 95 വരെ ഒരു സജീവ പൊതുപ്രവർത്തകനായിരുന്നു ഞാൻ. 95 മുതൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കലാസാംസ്കാരിക രംഗത്ത് സിനിമാ മേഖലയിലേക്ക് പോവുകയും അവിടെ നിരവധി മേഖലകളിൽ വർക്ക് ചെയ്യുകയും 2 സിനിമകൾക്ക് കഥ എഴുതുകയും നിരവധി സിനിമകളിൽ സഹസംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. 2010 അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ നഗരസഭയിലെ കൗൺസിലറായി. ഇപ്പോൾ 2020 വീണ്ടും ആയി. അപ്പോൾ ഒരു 15 കൊല്ലത്തോളം തുടർച്ചയായിട്ട് ഇവിടെ നഗരസഭയിൽ ഞാൻ കുരുങ്ങിക്കിടന്നു എന്നുള്ളതാണ് ശരി. പക്ഷേ എൻ്റെ കലാസാംസ്കാരിക രംഗത്തെ മോഹങ്ങൾ അസ്തമിച്ചില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ശക്തമായിട്ടെടുത്തു. അതിൻ്റെ ദൃഢനിശ്ചയമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഒരു പുതിയ കഥ പണം എന്നുള്ള പേരിൽ എഴുതുന്നു. അതൊരു പുതുമയുള്ള കഥയാണ്. ആ കഥയുമായി വീണ്ടും സിനിമാ മേഖലയിലേക്ക് പഴയ ബന്ധങ്ങളും പഴയ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തിരിച്ചെത്തുവാനുള്ള ഒരു തുടക്കമാണ് ഞാൻ വീണ്ടും കുറിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനവും സിനിമാ മേഖലയിലെ പ്രവർത്തനവും ഇടവേളകളിൽ കൊണ്ടു നടന്ന ആളായിരുന്നു ഷൊർണൂർ വിജയൻ. ആദ്യം തയ്യൽക്കാരനായിരുന്നു. 40 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനവുമുണ്ട്. 3 തവണ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലറായിട്ടുണ്ട്. കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ പല സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1987 മുതൽ 95 വരെ പൊതുപ്രവർത്തനായിരുന്ന ഇദ്ദേഹം 1995 മുതൽക്കാണ് സിനിമയിലേക്ക് കടന്നത്. പന്തളം സുധാകരൻ്റെ ശുപാർശയിൽ മമ്മൂട്ടിയുടെ കിഴക്കൻ പത്രോസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി തുടക്കം. NB രഘുനാഥിൻ്റെ പൊയ്ക്കുതിരകളുടെ പടയോട്ടം ഡോക്യുമെൻ്ററിയിലും ആറ്റുവേല സിനിമയിലും സഹ സംവിധായകനായി. പിടിച്ചു നിൽക്കാൻ ലെനിൻ രാജേന്ദ്രൻ്റെ കുലം ദൂരദർശൻ സീരിയലുകളായ ലെനിൻ രാജേന്ദ്രൻ്റെ തന്നെ ബാല്യകാല സ്മരണകൾ, കുഞ്ഞുമോൻ താഹയുടെ വർണ്ണച്ചിറകുള്ള പക്ഷി, നിസാറിൻ്റെ ന്യൂസ് പേപ്പർ ബോയ്, സന്ധ്യാമോഹൻ്റെ അമ്മ അമ്മായിയമ്മ അമ്മ, കൂടാതെ തെലുങ്കിൽ ഒരു ചിത്രം, തമിഴ് സീരിയൽ, KK ഹരിദാസിൻ്റെ ഇക്കരയാണെൻ്റെ മാനസം തുടങ്ങിയ പല ചിത്രങ്ങളിലും പ്രൊഡക്ഷൻ മാനേജറായി. ചില സിനിമകളിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമായിട്ടുണ്ട്. 2005 KK ഹരിദാസിൻ്റെ സുഹാസിനി, ലാലു അലക്സ്, വിജയരാഘവൻ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച വെക്കേഷൻ, മുകേഷ്, സായ്കുമാർ, രാജൻ P. ദേവ്, മാള അരവിന്ദൻ അഭിനയിച്ച ഗോപാലപുരാണം എന്നിവയുടെ കഥയും തിരക്കഥയും സംഭാഷണവും രചിക്കാനായി. തമിഴ് ചിത്രമായ ഉറക്കാകെ എൻ കാതലിൽ രചന സഹകാരിയായും പ്രധാന ഹാസ്യവേഷത്തിൽ അഭിനയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. என்ன கழுத கத்துது? நோ மைண்ட் இட். மல்லி மல்லி. ஏய் பக்கி, அவ பின்னாடி சுத்தி நீ ஐ லவ் யூ சொன்ன, உன் பின்னாடி வந்து நான் கில் யூ பண்ணுவேன். ஐ அம் an unmarried youth. நீ அதிகமா பேசினா அவ கழுத்துல தாலி கட்டுவேன், குடும்பம் நடத்துவேன். அவ மேல நீ கண்ணு வச்ச உன் கண்ணை நோண்டி நான் கோழி அடிப்பேன். டேய் மிரட்டாத. யார் என்ன சொன்னாலும் அந்த மல்லிகா விஷயத்துல நோ காம்ப்ரமைஸ். ஓகே? நான் அவளை ஃபாலோ பண்ணுவேன், லைன் அடிப்பேன். குறுக்க யாராவது வந்தா அவன் தலையை வெட்டி ஃபுட்பால். அவ என் பொண்டாட்டிடா. அவ பின்னாடி நீ சுத்துவ, கடலை போடுவ, அதெல்லாம் பார்த்துட்டு இருக்கு. நான் என்ன சொங்கியா? அண்ணே என்ன செய்வனே? என்ன செய்வனா? കൗൺസിലറായതിനെ തുടർന്ന് 2010 സിനിമയോട് വിട പറയുകയായിരുന്നു. 2015 ഇടവേളയിൽ ചില ചിത്രങ്ങളുടെ നിർമ്മാണ മേൽനോട്ടവും നടത്താനായി. ഈ സമയത്ത് രചനയും സംവിധാനവും ചെയ്ത് അഭിനയിച്ച അവതാരങ്ങൾ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ ഹിറ്റായി. സിനിമയിൽ തെളിഞ്ഞു വന്ന സമയത്താണ് കൗൺസിലറായത്. മേഖലയിലെ സുഹൃത്തുക്കൾ ഇക്കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും ഷൊർണൂർ വിജയൻ പറയുന്നു. ഏറെ സൗഹൃദ വലയങ്ങളുള്ള സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ പ്രയാസമില്ല. ഇന്നത്തെ പ്രഗത്ഭരായ പലരും സുഹൃത്തുക്കളാണ്. വീണ്ടും സിനിമയിലെത്തണം എന്ന ദൃഢനിശ്ചയവും ഇപ്പോഴത്തെ തീരുമാനത്തിന് കാരണമാണ്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ.